ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ HR-നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോളിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈ പെയ്ഡ് ജോബ് സെക്യൂർ ആണ്. അപ്പോൾ എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കമന്റ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഡൗട്ട്സ് അതൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വളരെയധികം ലൈവ് ആക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക് നിങ്ങൾ കേൾക്കുന്നതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ പെയ്ഡ് ജോലി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കരിയർ സെറ്റ് ആക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല പ്രൊഫൈൽസ് അല്ലെങ്കിൽ നല്ല ഡെസിഗ്നേഷൻസിലേക്കുള്ള ജോലികളാണ് നിങ്ങൾക്ക് CV അയക്കുന്നതിലൂടെ നമ്മൾ അപ്ഡേറ്റ്സ് തരുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു 25,000 rupees സാലറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഹാഫ് സാലറി എന്ന് പറയുന്നത് 12,500 രൂപ, അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് സർവീസ് ചാർജ് ആയിട്ട് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആദ്യം തന്നെയുള്ള ഒരു രജിസ്ട്രേഷൻ ചെറിയൊരു എമൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരു വർഷത്തോളം കൃത്യമായിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ HR-നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഇതൊന്ന് മനസ്സിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ മെസ്സേജ്, ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോസ്പെക്ട് ചെയ്യാൻ പറ്റേണ്ടത് ഏത് ടൈമിലാണ് അവൈലബിലിറ്റി ഓഫ് HR എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓരോ കമ്പനിയുടെ ഫംഗ്ഷനിങ് ടൈം അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ HR ഇത് കേൾക്കാനായിട്ട് തരുന്ന സമയം, അതിന് മേ ബി നിങ്ങൾ മെയിൽ ത്രൂവോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഒക്കെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സോ ഗ്രേറ്റ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണ എല്ലാ കോൾസിനെ പോലെയുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ആദ്യം തന്നെ വിളിച്ചിട്ട് ഹലോ ഞാൻ ഇങ്ങനെ ജോലി നോക്കുന്നു എന്ന് പറയുന്നു, നിങ്ങളുടെ കമ്പനി വേക്കൻസി ഉണ്ടോ എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ഗ്രീറ്റിംഗ്സിന്റെ കുറച്ച് വ്യത്യാസം വരുത്തുക. അത് പല രീതിയിൽ ഗുഡ് മോർണിംഗ് തന്നെ പറയുന്നതിന്റെ വോയിസ് മോഡുലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു യൂഷ്വൽ കോൾ ആയിട്ട് സാധാരണ നമ്പറിൽ നിന്ന് വരുമ്പോൾ പാറ്റേൺ ചേഞ്ച് തന്നെ HR നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര ടൈം എടുക്കുന്നു സംസാരിക്കാൻ എന്നുള്ളത് ആദ്യം തന്നെ ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കുക. അതായത് ഇതൊരു ഏകദേശം ഒരു 2 minutes സമയമായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു 1 minute കോൾ ആയിരിക്കും, സാർ ഓക്കെ സംസാരിച്ചോട്ടെ എന്നൊരു പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു റീസൺ പറയും ഇതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ ടൈമും ഓർത്ത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ്ഡ് ഏരിയനെ കുറിച്ച് നിങ്ങൾ വെൽ നോൺ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിഫൈഡ് ആണ് അങ്ങനത്തെ ഒരുപാട് ടു മച്ച് ഓഫ് ഇൻഫർമേഷന് പകരമായിട്ട് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്ഡ് ഏരിയ ഇതാണ്, അപ്പോൾ ഈ ജോബിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിരിക്കും, എനിക്ക് അത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് HR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണിന്റെ ഒരു പകുതി ഭാഗം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്റർവ്യൂവിലാണെങ്കിലും നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അത് നിങ്ങളുടെ സാലറിനെ എൻഷുർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുന്നു, ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള HR ഇന്റർവ്യൂ കോൾസ്, ഇതൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ലൈവ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. ഈ CV ഷെയർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല കരിയർ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് സ്മാർട്ട് മൂവ്സിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഹാഫ് സാലറി അങ്ങനത്തെ വലിയ ചാർജസ് ഇല്ല. ഡെഫിനറ്റ്ലി ആയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.